പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ. ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവവചനം നമ്മോട് ചോദിക്കുന്ന ഒരു ആത്മപരിശോധന ചോദ്യമുണ്ട്. നമ്മുടെ കണ്ണുകൾ കാണുന്നുണ്ടോ, അതോ നമ്മുടെ ഹൃദയമാണോ അന്ധമായിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം അത്ഭുതകരമായ ഒരു ദൃശ്യം കാണുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, പിശാചുക്കളെ പുറത്താക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. എന്നാൽ ശാസ്ത്രിമാർ ആ ദൈവിക പ്രവൃത്തിയെ കണ്ടിട്ടും അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു, ഇവന് ബെയൽസെബൂലുണ്ട്. ദൈവത്തിൻ്റെ വെളിച്ചത്തെ അവർ ഇരുട്ടായി വ്യാഖ്യാനിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ അവർ പിശാചിൻ്റെ പ്രവൃത്തി എന്ന് വിളിച്ചു. അതാണ് ആത്മീയ അന്ധതയുടെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന 2 ആത്മീയ സത്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, ആത്മീയ കണ്ണുകളില്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കും. കാണുന്നത് കണ്ണുകൊണ്ടാണ്, എന്നാൽ തിരിച്ചറിയുന്നത് ആത്മാവ് കൊണ്ടാണ്. ശാസ്ത്രിമാർ അത്ഭുതം കണ്ടു, പക്ഷെ അതിൻ്റെ ഉറവിടം തിരിച്ചറിഞ്ഞില്ല. കാരണം അവരുടെ മനസ്സ് മുൻവിധികളാലും അഹങ്കാരത്താലും നിറഞ്ഞിരുന്നു. ഹൃദയം അടയുമ്പോൾ കണ്ണുകൾ തുറന്നിരുന്നാലും സത്യം കാണാനാവില്ലല്ലോ. ഇന്നും ദൈവം പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തകർന്ന കുടുംബം വീണ്ടും ഒന്നാകുമ്പോൾ, കണ്ണീരുള്ള മനുഷ്യൻ പ്രത്യാശ കണ്ടെത്തുമ്പോൾ, പാപി അനുതപിച്ച് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ, ഒരു രോഗി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ ഒക്കെ ദൈവം പ്രവർത്തിക്കും. പക്ഷെ അവിടെ ആത്മീയ കണ്ണുകളില്ലെങ്കിൽ നാം പറയും, ഇത് യാദൃശ്ചികം മാത്രമാണ്, ഇത് മനുഷ്യരുടെ കഴിവാണ്, ഇത് ദൈവത്തിന് എന്താണ് പങ്കുള്ളത്? വിശ്വാസമുള്ള ഹൃദയം സാധാരണ സംഭവങ്ങളിലും ദൈവത്തിൻ്റെ വിരലടയാളം കാണും. ആത്മീയ കണ്ണുകൾ ലഭിച്ചവർ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങൾ കണ്ടെത്തും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എല്ലാവരും കാണും, എന്നാൽ അതിൽ സൃഷ്ടാവിൻ്റെ മഹത്വം കാണുന്നത് ആത്മീയ കണ്ണുകൾക്ക് മാത്രമാണ്. ഈ വേദഭാഗം രണ്ടാമതായി സൂചിപ്പിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്ന ഹൃദയം നമുക്ക് വേണം എന്നതാണ്. യേശു വളരെ ഗൗരവത്തോടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്നത് അപകടകരമാണ്. ഇതിൻ്റെ അർത്ഥം അബദ്ധത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല, മറിച്ച് വ്യക്തമായി ദൈവത്തിൻ്റെ പ്രവർത്തനം കണ്ടിട്ടും മനഃപൂർവ്വം അതിനെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഹൃദയാവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കും. പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും, മാനസാന്തരത്തിലേക്ക് വിളിക്കും, ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കും, പ്രാർത്ഥനയിലേക്ക് നയിക്കും, സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്തും. എന്നാൽ ആ ശബ്ദത്തെ വീണ്ടും വീണ്ടും നിരസിക്കുമ്പോൾ ഹൃദയം ക്രമേണ കഠിനമാകും. അവസാനം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകളേക്കാൾ എൻ്റെ ആത്മാവിനെ തുറക്കണമേ. നിൻ്റെ പ്രവർത്തനം എവിടെയുണ്ടോ അത് തിരിച്ചറിയാൻ, നിൻ്റെ ശബ്ദം കേൾപ്പാനും, നിൻ്റെ വഴിയിൽ എനിക്ക് ആത്മീയ നടക്കാനും എനിക്ക് ആത്മീയ കണ്ണുകൾ തുറക്കണം. അപ്പോൾ നാം അത്ഭുതങ്ങൾ മാത്രം കാണുന്നവരാകയില്ല, അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ അറിയുന്നവരാകും. അതിനുവേണ്ടി ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശു, നിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുന്ന ആത്മീയ കണ്ണുകളും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയവും ഞങ്ങൾക്ക് തരണമേ. മുൻവിധികളും അഹങ്കാരങ്ങളും മാറ്റി നിൻ്റെ മഹത്വം എല്ലാ ദിവസവും കാണുന്ന വിശ്വാസം ഞങ്ങളിൽ വളർത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.